ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത നിമിഷങ്ങളിലൂടെ കടന്നുപോകുമ്പോഴാണ് അത് വിസ്മയമാകുന്നതെന്നും അത്തരമൊരു വിസ്മയമാണ് ഗാന്ധിഭവനെന്നും സംവിധായകൻ ബ്ലസ്സി. അന്തരിച്ച നടൻ ടി.പി. മാധവന്റെ സ്മരണയ്ക്കായി പത്തനാപുരം ഗാന്ധിഭവനിൽ നിർമ്മിച്ച ടി.പി. മാധവൻ തിയേറ്ററിന്റെയും ലോക നാടക ദിനാചരണത്തിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കായി ഗാന്ധിഭവൻ ഏർപ്പെടുത്തിയ ദേശീയ നാടക പുരസ്കാരം നടി KPSC ലീലയ്ക്ക് ചടങ്ങിൽ ബ്ലസ്സി സമ്മാനിച്ചു. ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത നിമിഷങ്ങളിലൂടെ കടന്നുപോകുമ്പോഴാണ് അത് വിസ്മയമാകുന്നതെന്നും നന്മകളെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും കരുതലിനെക്കുറിച്ചും എത്രയധികം എഴുതിയാലും അതെവിടെയും എത്താത്ത തരത്തിലുള്ള ബൃഹത്തായ പ്രവർത്തനങ്ങളാണ് ഗാന്ധിഭവന്റേതെന്നും സംവിധായകൻ ബ്ലസ്സി പറഞ്ഞു. അന്തരിച്ച നടൻ ടി.പി. മാധവന്റെ സ്മരണയ്ക്കായി ഗാന്ധിഭവനിൽ നിർമ്മിച്ച ടി.പി. മാധവൻ തിയേറ്ററിന്റെയും ലോക നാടക ദിനാചരണത്തിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഗാന്ധിഭവൻ നടത്തുന്ന ആതുര സേവനങ്ങളെ കുറിച്ചാണോ പറയുന്നത്, അതോ ഗാന്ധിഭവൻ ലോകമൊക്കെ മറന്നുകൊണ്ടിരിക്കുന്ന ലോക നാടക ദിനത്തിനെ ആഘോഷിക്കുവാനായി ഈ ദിവസം തിരഞ്ഞെടുത്തവരെ കുറിച്ചാണോ പറയേണ്ടത്? അങ്ങനെ വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ഇന്നത്തെ പ്രഭാതം, എനിക്ക് തോന്നുന്നു എന്നോടൊപ്പം തന്നെ എൻ്റെ സുഹൃത്ത് രാംദാസിനും അങ്ങനെ തന്നെ ആയിരിക്കാം. ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് നമ്മൾ അത് വിസ്മയമായി മാറുന്നത്. നമ്മളുടെ പ്രതീക്ഷകൾക്കപ്പുറമായി ജീവിതം കൊണ്ട്, സേവനം കൊണ്ട് ഈ ലോകത്തിനെ വാക്കുകൾ ചുരുങ്ങിപ്പോകുന്ന അവസ്ഥ. നന്മകളെക്കുറിച്ച്, സ്നേഹത്തിനെക്കുറിച്ച്, കരുതലിനെക്കുറിച്ച് എത്ര അധികം എഴുതിയാലും എവിടെയും എത്താത്ത തരത്തിൽ കാണിച്ചു കൊടുക്കുന്ന വലിയൊരു പ്രവർത്തനം. ഇത് ഞാൻ ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടറിയുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ആദരണീയനായ ക്രിസോസ്റ്റം തിരുമേനിയോടൊപ്പം ഇവിടെ വന്ന് രാത്രിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് മടങ്ങിയ ആ ദിവസം ഞാൻ ഇന്നലെ പോലെ ഓർക്കുകയാണ്. ഈശ്വര കൃപ കൊണ്ട് ഗാന്ധിഭവൻ അതിലും അന്ന് കണ്ടതിനേക്കാൾ ഉപരിയായി വലിയൊരു തലത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ വളർച്ച ലോകമെമ്പാടും ഉള്ള മനുഷ്യരെ കൂടുതൽ നന്മയിലേക്ക്, സ്നേഹത്തിലേക്കൊക്കെ നയിക്കുവാനായിട്ടുള്ള വലിയൊരു ഒരു മാർഗനിർദ്ദേശം കൂടിയാണ് ഈ പ്രവർത്തനങ്ങളിലൂടെ നടക്കുന്നത്. അശരണരായ ആൾക്കാരെ, അത് ജീവിതത്തിൽ കൂടെ ആളില്ല എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, പലപ്പോഴും കൂടെ ഉണ്ട് എന്നുള്ള തോന്നലിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഞാനും നിങ്ങളുമൊക്കെ നമ്മൾ തനിച്ചാണ് എന്നുള്ളത് ചില ഇടങ്ങളിൽ എത്തുമ്പോൾ മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ടി.പി. മാധവന്റെ സ്മരണയ്ക്കായി അദ്ദേഹം താമസിച്ചിരുന്ന മുറി ആധുനിക സജ്ജീകരണങ്ങളോടെ രൂപമാറ്റം വരുത്തി. സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചു വരുമ്പോൾ മുതലുള്ള ടി.പി. മാധവനുമായുള്ള ബന്ധവും സൗഹൃദവും ഓർമ്മകളും ബ്ലസ്സി പങ്കുവച്ചു. നാടകരംഗത്തെ സമഗ്ര സംഭാവനകൾക്കായി ഗാന്ധിഭവൻ ഏർപ്പെടുത്തിയ ദേശീയ നാടക പുരസ്കാരം നാടക ചലച്ചിത്ര നടി KPSC ലീലയ്ക്ക് ചടങ്ങിൽ ബ്ലസ്സി സമ്മാനിച്ചു. ഗാന്ധിഭവൻ തിയേറ്ററിന്റെ ഗാന്ധി നാടകത്തിലെ അഭിനേതാക്കൾക്കും സാങ്കേതിക പ്രവർത്തകർക്കും ചടങ്ങിൽ ആദരവ് നൽകി. അന്തരിച്ച നടനും സംവിധായകനുമായ E.A. രാജേന്ദ്രനെ അനുസ്മരിച്ച് അദ്ദേഹത്തിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി. ഡബ്ബിംഗ് ആർട്ടിസ്റ്റും ഗാന്ധിഭവൻ സ്നേഹഗ്രാമം പഞ്ചായത്ത് പ്രസിഡന്റുമായ R. ചന്ദ്രമോഹൻ അധ്യക്ഷത വഹിച്ചു. ഗാന്ധിഭവൻ സെക്രട്ടറിയും മാനേജിംഗ് ട്രസ്റ്റിയുമായ പുനലൂർ സോമരാജൻ, ടി.പി. മാധവന്റെ സഹോദരി മല്ലിക ഉണ്ണിത്താൻ, ഗാന്ധിഭവൻ ചെയർപേഴ്സൺ ഡോക്ടർ ഷാഹിദ കമാൽ, അസിസ്റ്റന്റ് സെക്രട്ടറി G. ഭുവനചന്ദ്രൻ, CEO ഡോക്ടർ വിൻസെന്റ് ഡാനിയേൽ, മാനേജിംഗ് ഡയറക്ടർ B. ശശികുമാർ, ജനറൽ ഡയറക്ടർ സന്തോഷ് G. നാഥ, അഡ്വക്കേറ്റ് N. രാംദാസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.